ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ വിയ്യപുരം ജോർജ് കുട്ടി. ഈ ദിവസങ്ങളിൽ ശിശുസ്നാനം ദൈവവചനപ്രകാരമുള്ളതല്ല എന്ന് ദൈവവചനത്തിൽ കൂടെ ഞാൻ തെളിയിച്ച് പല വീഡിയോകൾ ഇറക്കുവാൻ ദൈവം ഇടയാക്കി. വീണ്ടും ശിശുസ്നാനത്തിൻ്റെ ഒരു പൊള്ളത്തരം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ നിങ്ങളോട് പറവാനായിട്ടാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദേശത്ത് ഒരു മാത്യുവിൻ്റെയും സൂസിയുടെയും വിവാഹത്തിനുള്ള ക്രമീകരണങ്ങൾ രണ്ട് വീട്ടുകാരും ചെയ്തു. രണ്ട് വീട്ടുകാരും ദേശത്ത് ഉന്നതമാകുന്ന നിലവാരം പുലർത്തുന്നവരും സാമ്പത്തികമായി നല്ല നിലയിൽ കഴിയുന്നവരുമാണ്. അപ്പോൾ അവർ വിചാരിച്ചു കുഞ്ഞുങ്ങളുടെ വിവാഹം വളരെ ആഡംബരമായി തന്നെ നടത്തണമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഒരടിപൊളി കല്യാണം നടത്തുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ഏകദേശം 2000-ഓളം ആളുകളെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അവർ ഉൾക്കൊണ്ടിരിക്കുന്ന പള്ളി ചെറുതായതുകൊണ്ട് ഏറ്റവും വലിയ പള്ളിയിൽ വെച്ച് കല്യാണം നടത്തുവാൻ തീരുമാനിച്ചു. ഈ 2000 പേരെ ഉൾക്കൊണ്ട് ഭക്ഷണം കൊടുക്കത്തക്ക രീതിയിൽ വലിയ ഓഡിറ്റോറിയവും ബുക്ക് ചെയ്തു. കല്യാണത്തിന് വേണ്ടി ഏറ്റവും നല്ല ഫുഡ് സപ്ലൈ ചെയ്യുന്ന കാറ്ററിംഗ് കമ്പനിയെ കണ്ടുപിടിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുവാനുള്ള ക്രമീകരണങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞു. വിളിക്കപ്പെട്ടവരൊക്കെ വന്നു തുടങ്ങി. സാധാരണ പുരോഹിതന്മാരെ കൂടാതെ മേലധ്യക്ഷന്മാരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് വിവാഹം ആശീർവദിക്കുന്നത്. കൂടാതെ മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഉന്നത നിലവാരം പുലർത്തുന്ന ദേശത്തെ പ്രമുഖന്മാർ വലിയൊരു കൂട്ടം വന്നു. സമയം ആയി. പള്ളിയിൽ എല്ലാവരും എത്തിത്തുടങ്ങി. പള്ളിക്കകത്ത് ആളുകൾ കൊള്ളാതെ വന്നു. വെളിയിൽ വരെ ആളുകൾ നിൽക്കുകയാണ്. വലിയൊരു ജനക്കൂട്ടമാണ്. വീഡിയോ പിടിക്കുന്നവരുടെ ബഹളമാണ്. അവർ ഓടി നടന്ന് വീഡിയോ പിടിക്കുന്നു. വരൻ മാത്യു നേരത്തെ തന്നെ സൂട്ടും കോട്ടും ഒക്കെ അണിഞ്ഞ് പള്ളിയുടെ വാലുകൾ വന്ന് നിൽപ്പുണ്ട്. മാത്യുവിനോടുകൂടെ മാത്യുവിൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും മാതാപിതാക്കളും എല്ലാം അണിനിരന്നു. സമയമായിട്ടും വധുവിനെയും കൂട്ടരെയും കാണുന്നില്ല. അവരാകപ്പാട് ആകുലചിത്തരായി. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. മിനിറ്റുകൾ മാറി മാറിപ്പോവുകയാണ്. മണിക്കൂറുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകപ്പാട് വിഷമിച്ചു. അപ്പോഴൊരാൾ പെട്ടെന്ന് ഓടി വന്ന് പറഞ്ഞു, സൂസി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിയന്ത്രണം വിട്ട ഒരു വാൻ വന്ന് ഇടിച്ചു. വണ്ടിയെ സഞ്ചരിച്ചവർക്ക് കാര്യമായ പരിക്ക് പറ്റി. സൂസിയുടെ നില വളരെ ഗുരുതരമാണ്. അടിയന്തരമായി ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. ഡോക്ടർമാർ പറഞ്ഞത് ഒരു സർജറിക്ക് വിധേയയാകേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വിവാഹത്തിന് സൂസിക്കും സൂസിയുടെ കൂടെ മാതാപിതാക്കൾക്കും ഒന്നും സംബന്ധിപ്പാൻ കഴിയത്തില്ല എന്നുള്ള വിവരം അറിയിച്ചു. വിവരം കേട്ടപ്പോൾ എല്ലാവർക്കും നിരാശ തോന്നി. എല്ലാവരും വളരെ വിഷമമായി പോയി. ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലല്ലോ. ഒടുവിൽ വരൻ്റെ വീട്ടുകാർ നീതിബോധവും മനസ്സലിവും ഒക്കെ ഉള്ളവരായതുകൊണ്ട് അവർ പുരോഹിതന്മാരോടും ഈ വധുവിൻ്റെ ചാർച്ചയിൽപ്പെട്ട ആൾക്കാരോടൊക്കെ ആലോചിച്ച് എന്തോ വേണം. അപ്പോൾ അവർ പറഞ്ഞു ഈ കല്യാണം തന്നെ മതിയെന്ന് മാത്യു നിർബന്ധം പിടിച്ചു. അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഇനി എന്ന് സൂസി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്ന് സ്വയമായി നടന്ന് വിവാഹത്തിന് വരുവാൻ സാധിക്കുമോ അന്നത്തേക്ക് വിവാഹം മാറ്റിവെക്കുകയാണ് നല്ലത് എന്നൊരു തീരുമാനത്തിലെത്തി. എന്നിട്ട് ഒടുവിൽ വന്നവരോടെല്ലാം ഒരു സോറി പറഞ്ഞ ശേഷം ഈ വിവാഹം മാറ്റിവെച്ചു. അടുത്ത വിവാഹം എന്താണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാം എന്നാണ് സാധാരണ പറയാറുള്ളത്. തന്നെയല്ല, അതുകൊണ്ട് ഒരാൾ പറയുക കൊണ്ടുവന്ന ഭക്ഷണമെല്ലാം ഒരുക്കിയല്ലോ, അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞാൽ നീതിബോധമുള്ള ആരും ഭക്ഷണം കഴിക്കാൻ അവിടെ നിൽക്കത്തില്ല. അത് പിന്നെ ഏതെങ്കിലും അനാഥശാലകൾക്കോ ചിൽഡ്രൻസ് ഹോമിലേക്കോ ഒക്കെ കൊണ്ടു കൊടുത്താൽ ഭക്ഷണം കൊടുക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഇങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് കണ്ടപ്പോൾ ശിശുസ്നാനവാദികളായ ചിലർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരവിടെ നിന്നുകൊണ്ടൊരു പ്രപ്പോസൽ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം പറയാം. ഈ സൂസി മാമോദീസ ഏറ്റ സമയത്ത് സൂസിക്ക് പകരമായി പിശാചിനെ ഉപേക്ഷിക്കുകയും മശീഹായെ സ്വീകരിക്കുകയും ചെയ്ത പെണ്ണമ്മാമ ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പെണ്ണമ്മാമയുടെ കഴുത്തിലോട്ട് വരൻ മിന്നുകെട്ടട്ടെ. പിന്നെ സൂസി ഏതെങ്കിലും സമയത്ത് തിരിച്ചു വരുമ്പോൾ പെണ്ണമ്മാമയെ അത് മാറ്റി സൂസിയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും സമ്മതിക്കുമോ? മേലധ്യക്ഷന്മാർ പോലും സമ്മതിക്കുമോ? ആ പള്ളിയിലെ പുരോഹിതന്മാർ സമ്മതിക്കുമോ? വന്നിരിക്കുന്ന ഗസ്റ്റ് സമ്മതിക്കുമോ? ഇല്ല.
അപ്പോൾ അവർക്കെല്ലാം നിർബന്ധമാണ് സൂസി തന്നെ വന്ന് വിവാഹത്തിൽ സംബന്ധിക്കണം എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഭാരമായി മറ്റൊരു തലതൊട്ടപ്പനോ വന്ന് കാര്യങ്ങൾ ചെയ്ത് ക്രമീകരണം ചെയ്താൽ അത് ശരിയാകുമോ? ദൈവം അംഗീകരിക്കുമോ? ഇല്ലേ ഇല്ല. എന്ന് നടന്ന മാമോദീസായിലൊക്കെ കുഞ്ഞിൻ്റെ ഭാരമായി തലതൊട്ടപ്പന്മാരും പറഞ്ഞ ഒരു കാര്യവും നമ്മുടെ കർത്താവോ ദൈവമോ ഒന്നും അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. മറ്റൊരിക്കലൊരവസരത്തിൽ ഒരു പെന്തക്കോസ് വിവാഹത്തിൽ നടന്ന ഒരു കാര്യം കൂടെ ഞാൻ ഓർത്തു പോവുകയാണ്. പെന്തക്കോസുകാരുടെ വിവാഹം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഏതോ ട്രാഫിക് ജാമൊക്കെ ഉണ്ടായി. 10 മണിക്ക് നടക്കേണ്ട കല്യാണം വീട്ടുകാർ വന്നപ്പോൾ തന്നെ 11 മണിയായി. 11 മണിയായാലും നമുക്കറിയാമല്ലോ, പെന്തക്കോസുകാരുടെ കല്യാണമല്ലയോ. 2-3 പേര് കയറി തോപ്പം ദൈവനം പ്രസംഗിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അവരെഴുതി കൊണ്ടുവന്ന പ്രസംഗം തീരാതെ അവർ പ്രസംഗം ഒട്ടും നിർത്തത്തുമില്ല. ഏതായാലും കല്യാണം നടത്തി ഉച്ചയൊക്കെ കഴിഞ്ഞു. എല്ലാവരും വിശന്നിരിക്കുക. അപ്പം ഭക്ഷണത്തിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് പ്രധാന പാസ്റ്റർ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റിട്ട് അദ്ദേഹം വരനോട് ചോദിച്ചു, നിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ഈ യുവതിയെ ഇന്നു മുതൽ നിൻ്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. ഉടനെ ആണുങ്ങളല്ലേ, അവർ പെട്ടെന്നങ്ങ് മൂളി സമ്മതമാണെന്ന് പറഞ്ഞു. അടുത്തത് ശുശ്രൂഷകൻ വധുവിനോട് ചോദിച്ചു, നിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഈ വരനെ നിന്റെ ഭർത്താവായി ഇന്നു മുതൽ സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. സഹോദരിമാരല്ലയോ, മൂളാൻ അല്പം താമസിക്കും. അപ്പം അവളുടെ അമ്മ തൊട്ട് പുറകിൽ നിൽപ്പുണ്ടായിരുന്നു. അമ്മ വിശന്ന് നിൽക്കുകയായിരുന്നു. അമ്മ കയറി പറഞ്ഞു സമ്മതമാണെന്നങ്ങ് പറഞ്ഞു. ഉടനെ പാസ് പറഞ്ഞു, അമ്മ മൂളിയിട്ടിട്ട് അങ്ങ് പോകും, ഇവളാണ് കൂടെ താമസിക്കേണ്ടത്, അതുകൊണ്ട് ഇവള് സമ്മതിക്കട്ടെ, ഇവള് സമ്മതിച്ചാൽ മാത്രമേ വിവാഹം നടത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. അതേ, പാസ് പറഞ്ഞത് ശരിയാ. വിവാഹം നടത്തുന്നത് അവർ തന്നെ പറയണം, എന്നാൽ മാത്രമേ വിവാഹം നടക്കത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, മണവാളിനും മണവാട്ടിയുമായിട്ടുള്ള വിവാഹത്തിന് ഉഭയസമ്മതത്തിന് മണവാളിനും മണവാട്ടിയും നിശ്ചയമായും വേണമെന്നും അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയണമെന്നും ഉള്ളതും ഒരു സത്യമായി ഇരിക്കുന്നില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. അപ്പോൾ സ്നാനമേൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക എന്ന് പറഞ്ഞാൽ മണവാളനാകുന്ന കർത്താവിനോടുള്ള ഒരു ഉഭയസമ്മതമാണ് സ്നാനജലത്തിൽ നിന്നുകൊണ്ട് നാം നടത്തുന്ന കാര്യം. പീലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചു, യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഉടനെ ഷണ്ണൻ പറഞ്ഞു, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലാകാമെന്ന് പറഞ്ഞു. നിർത്തി ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അപ്പം സ്ഥാനാർത്ഥി തന്നെ സമ്മതിക്കണം. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയണം. നമുക്ക് പകരമായി മറ്റൊരാൾ ചെയ്താൽ പറ്റുമോ? ഞാൻ ഭക്ഷണം കഴിക്കേണ്ടതിന് പകരം എനിക്ക് പകരം മറ്റൊരാൾ ഭക്ഷണം കഴിച്ചാൽ പറ്റുമോ? ഒരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാമോദീസ ഏറ്റ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങളേറ്റ മാമോദീസ സ്വർഗത്തിലെ ദൈവം അംഗീകരിച്ചിട്ടില്ല. അത് വചനപ്രകാരമല്ല. വചനപ്രകാരമുള്ളത് മാത്രമേ ദൈവം അംഗീകരിക്കത്തുള്ളൂ. വചനം വിട്ടുള്ള ഒരു വ്യവസ്ഥയും ദൈവം അംഗീകരിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി തന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. എന്തിനാ കാനാവിലെ കല്യാണത്തിന് പോലും യേശുവിൻ്റെ അമ്മ മറിയ ബാല്യക്കാരോട് പറഞ്ഞത്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം, അല്ലാതെ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടല്ല. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എത്രയോ വ്യക്തമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശിശുസ്നാനത്തിനൊന്നും പ്രാധാന്യത കൊടുത്ത് നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയാതെ ദൈവപ്രകാരമുള്ള വിശ്വാസ അനന്തരമുള്ള സ്നാനം സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം ഇടയാക്കട്ടെ. വിശ്വാസ സ്ഥാനത്തെ സംബന്ധിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുള്ള 9 പാട്ടുകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. മുൻവിധി കൂടാതെ ആരെങ്കിലും പഠിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യൂട്യൂബിൽ കയറി വിയവരം ജോർജ് കുട്ടി എന്നടിച്ചാൽ നിങ്ങൾക്ക് ആ പ്രസംഗങ്ങൾ കേൾക്കുവാൻ സാധിക്കും. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.